കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ക്ലിനിക്കിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിൽ ആ സമയം പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നില്ല. ശിശുരോഗ വിദഗ്ധനുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചുവെന്നും ബന്ധു പറഞ്ഞു. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ശിശുരോഗ വിദഗ്ധൻ ഇല്ലായിരുന്നല്ലോ. കുട്ടികളെ ഡോക്ടർ ഇല്ല. എത്രയും പെട്ടെന്ന് പീഡിയാട്രീഷ്യനുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. സ്വീകരണങ്ങളുമില്ല. അത് ഹോസ്പിറ്റലല്ല, ക്ലിനിക്കാണ്. ഇതൊരു ചെറിയ സംഭവമാണ്. സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളെ ബന്ധുക്കളെ മക്കളുടെ അളിയന്റെ മക്കൾക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വയസ്സിന്റെ ആങ്ങളന്റെ മക്കൾ പുതുതായിട്ട് തുടങ്ങിയ ക്ലിനിക്കാണ് സംഭവം. ഈ ഡോക്ടർ കോഴിക്കോട് സാധാരണ ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അവിടെ വരുന്ന ഡോക്ടറാണ്. അവിടെ ഞായറാഴ്ചകളിൽ സുന്നത്ത് കർമ്മത്തിന് വേണ്ടി വരുന്ന ഡോക്ടറാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് ക്ലിനിക്കിന്റെ അധികൃതർ പറയുന്നത്? കൃഷ്ണരാജ്, നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്ലിനിക് അധികൃതർ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷെ അപ്പോഴും കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഇന്നലെ രാവിലെയാണ് സുന്നത്ത് നടത്താനായി കാക്കൂരിലെ ഈ സ്വകാര്യ ക്ലിനിക്കിലേക്ക് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആ ക്ലിനിക്കിലേക്ക് എത്തുന്നത്. ഈ സമയം നമ്മൾ ഓർക്കണം, വെറും 2 മാസം മാത്രം പ്രായമായിട്ടുള്ള ആൺകുഞ്ഞാണ്. വെറും 2 മാസം മാത്രമാണ് ജനിച്ചിട്ട് ഈ കുഞ്ഞിനായിട്ടുള്ള. ആ കുഞ്ഞുമായിട്ടാണ് ഈ സ്വകാര്യ ക്ലിനിക്കിലേക്ക്, കാക്കൂരിലെ ഈ സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്തുന്നത്. ഈ എത്തിയ ഉടൻ കുഞ്ഞിന് അനസ്തേഷ്യയും മരുന്നും കുത്തിവെച്ചു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. കൃത്യമായി തന്നെ ചിരിച്ച് കളിച്ചുകൊണ്ടായിരുന്നു. കൃത്യമായി ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നു. അതിനുശേഷം ഈ സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യയും മരുന്നും കുത്തിവെച്ചതിനെ തുടർന്ന് കുഞ്ഞിന് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഈ സമയത്താണ് ഈ ക്ലിനിക്കിൽ പീഡിയാട്രീഷ്യൻ ഇല്ല, നിങ്ങൾ മറ്റൊരു ആശുപത്രിയിലേക്ക്, അതായത് ശിശുരോഗ വിദഗ്ധനുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ ഉടൻ കൊണ്ടുപോകണമെന്ന് ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. ആ സമയമാണ് ഈ ബന്ധുക്കൾ മനസ്സിലാക്കുന്നത് ഈ ക്ലിനിക്കിൽ ശിശുരോഗ വിദഗ്ധരടക്കമുള്ള ആരും ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ കുഞ്ഞ് മരണപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ചെറിയ, വെറും 2 മാസം മാത്രം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് മേൽ ഇത്തരത്തിലൊരു നടപടി, അല്ലെങ്കിൽ സുന്നത്ത് കർമ്മത്തിനായൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് ഏതൊരു ക്ലിനിക്കിനാണെങ്കിൽ പോലും ഒരു പീഡിയാട്രീഷ്യൻ അവിടെ ഉണ്ടാകണം എന്നതാണ് വസ്തുത. പക്ഷേ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്ലിനിക്കിൽ പീഡിയാട്രീഷ്യൻ ഇല്ല. പുതുതായി തുടങ്ങിയ ക്ലിനിക്കാണ്. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആ ക്ലിനിക്കിൽ പരിമിതി ഉണ്ട് എന്നാണ് ഈ മരിച്ച കുഞ്ഞിന്റെ ബന്ധുക്കളടക്കം പറയുന്നത്. നിലവിൽ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഉച്ചയോടെ തന്നെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് കുഞ്ഞിന്റെ മരണകാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷം ഈ ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വീഴ്ചയാണ് എന്ന് തെളിഞ്ഞാൽ ഈ ക്ലിനിക്കിനെതിരെ കൃത്യമായ നിയമ നടപടിയിലേക്ക് കടക്കും എന്നാണ് കുടുംബം നിലവിൽ ഉന്നയിക്കുന്ന ആരോപണം. ഇപ്പോൾ ക്ലിനിക്കിനെതിരെ പറയുകയാണെങ്കിൽ പോലും കൃത്യമായൊരു തെളിവ്, അതായത് അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ വീഴ്ചയാണ് ഈ കുഞ്ഞിന്റെ മരണകാരണമെന്ന് ആരോപിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിൽ എന്തെങ്കിലും വസ്തുതയോ അല്ലെങ്കിൽ അതിന് തെളിവടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. തീർച്ചയായും കൃഷ്ണരാജ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ സംഭവത്തിൽ ഏറെ നിർണായകമാകുക. അതിനുശേഷമായിരിക്കും കൃത്യമായി നമുക്ക് ഈ ക്ലിനിക്കിനെതിരെയുള്ള ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. എന്തായാലും ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 മാസം മാത്രം പ്രായമായിട്ടുള്ള ഒരു ആൺകുഞ്ഞ്, ഈ ആൺകുഞ്ഞിന് അനസ്തേഷ്യ നൽകുന്നു. അതിനുശേഷം ഈ കുഞ്ഞ് മരണപ്പെടുന്നു. ഈ കുഞ്ഞിന്റെ അമ്മയുടെ അവസ്ഥയൊക്കെ ഏറെ സങ്കടകരമാണ്. ഇന്നലെ രാത്രി പോലും ഈ കുഞ്ഞിന്റെ ഉമ്മയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സുന്നത്ത് കർമ്മം അടക്കം നടക്കുന്നത് പലപ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സ്വകാര്യ ക്ലിനിക്കിൽ ഒട്ടും സുരക്ഷിതമല്ലാതെ ലാഘവത്തോടെ ചെയ്യുന്ന
നടപടികൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനടക്കമുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്നൊരു കാര്യം കൂടി ഈ സംഭവത്തോട് ചേർത്ത് വെച്ച് പറയുകയാണ്. എന്തായാലും ഉച്ചയോടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. അതിനുശേഷമായിരിക്കും ഈ സംഭവത്തിൽ ഒരു കൃത്യമായിട്ടുള്ള എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു കൃത്യത വരികയുള്ളൂ. കൃഷ്ണരാജ്. യെസ്, 2 മാസം പ്രായമായ കുഞ്ഞിന് സുന്നത്തിനിടെ മരണം സംഭവിച്ചു. അതിൽ ഇപ്പോൾ ക്ലിനിക്കിനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയാണ് കുടുംബം. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.